ഹലോ ആൻഡ് ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ ചാനൽ ഓസ്കി വിത്ത് വിമൽ. അപ്പോൾ ഇന്നത്തെ ഞാൻ ടോപ്പിക്കിൻ്റെ അകത്ത് നമ്മുടെ ന്യൂസിലൻഡ് ഓസ്കിയെ കുറിച്ചൊന്ന് പറയാൻ പോവുകയാണ്. ന്യൂസിലൻഡ് ഓസ്കിയുടെ സ്റ്റേഷൻസ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ന്യൂസിലൻഡ് ഓസ്കിയുടെ സ്റ്റേഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ന്യൂസിലൻഡ് ഓസ്കി അവർ വർക്ക് ചെയ്യാൻ പോകുന്നത് 10 സ്റ്റേഷനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. 10 സ്റ്റേഷൻ്റെ അകത്ത് ഒന്നാമത്തെ സ്റ്റേഷൻ മെൻ്റൽ ഹെൽത്ത് അസസ്മെൻ്റ് ആണ്, രണ്ടാമത്തെ ഫിസിയോളജിക്കൽ അസസ്മെൻറ്റ്, മൂന്നാമത്തെ സ്പെസിഫിക് ഫിസിയോളജിക്കൽ അസസ്മെൻറ്റ്, നാലാമത്തെ പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റി, അഞ്ചാമത്തെ എമർജൻസി മാനേജ്മെൻറ്റ്, ആറാമത്തെ ക്ലിനിക്കൽ സ്കിൽസ്, ഏഴാമത്തെ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ, എട്ടാമത്തത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടീം വർക്ക്, അതുപോലെ തന്നെ ഒൻപതാമത്തെ പ്ലാനിങ് നഴ്സിംഗ് കെയർ, അതുപോലെ തന്നെ പത്താമത്തെ മാനേജിങ് ആൻഡ് ദ ഡിറ്റീറിയേറ്റിംഗ് പേഷ്യൻറ്റ്. ഇത്രയാണ് നമുക്ക് ഈ ഓസ്കി സ്റ്റേഷൻ്റെ അകത്ത് ഈ ന്യൂസിലൻഡ് അനൗൺസ് ചെയ്തിരിക്കുന്ന സ്റ്റേഷൻസ്. അപ്പോൾ ഈ ന്യൂസിലൻഡ് അനൗൺസ് ചെയ്തിരിക്കുന്ന സ്റ്റേഷൻ്റെ അകത്ത് നമുക്ക് ഈ സ്റ്റേഷൻസിനെ പറ്റി നമുക്കൊന്ന് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. കാരണം മറ്റുള്ള കൺട്രീസ് ചെയ്യുന്ന സ്റ്റേഷൻസുമായിട്ട് കുറച്ച് മുമ്പ് ഇപ്പോൾ ഇവരുമായിട്ട് നമുക്ക് അടുത്ത് നിൽക്കുന്നത് ഓസ്ട്രേലിയൻ സ്റ്റേഷനാണ്. പക്ഷേ ഓസ്ട്രേലിയൻ സ്റ്റേഷൻ ചെയ്യാത്ത കുറേ സ്റ്റേഷൻസൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ബേസിക്കലി ഒരു ഓസ്കി ട്രെയിനറാണ്. ഞാൻ ഓസ്ട്രേലിയൻ ഓസ്കി, അതുപോലെ തന്നെ UK ഓസ്കി, ഐറിഷ് ആപ്റ്റിറ്റ്യൂഡ് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ന്യൂസിലൻഡ് ഓസ്കി നമ്മൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് തുടക്കത്തിൽ ഞാൻ ഈ സ്റ്റേഷൻസ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം ഒത്തിരി കുട്ടികൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. കുറേ കുട്ടികൾ എന്നെ വിളിച്ചായിരുന്നു, സാറ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ ചോദിച്ച്. അപ്പോൾ ഞാൻ 3 ഓസ്കി ചെയ്യുന്ന ആൾക്ക് എനിക്ക് 4ാമത് ഓസ്കി ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. കാരണം ഈ ഓസ്കിയുടെ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള നോംസ് എനിക്കറിയാം. അപ്പോൾ അത് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ടോപ്പിക്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തത് മെൻ്റൽ ഹെൽത്ത് അസസ്മെൻ്റ് ആണ്. മെൻ്റൽ ഹെൽത്ത് അസസ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേഷ്യൻറ്റിന് ഒരു സെനാരിയോ നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തരും. അപ്പം പുറത്തുനിന്ന് സെനാരിയോ 2 മിനിറ്റ് ഡിസ്ക്രൈബ് ചെയ്തിട്ട് അകത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു ആക്ടറോ ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ആക്ടറുടെ അടുത്തേക്ക് നിങ്ങൾ ചെന്നിട്ട് അവനോട് മെൻ്റൽ ഹെൽത്ത് അസസ്മെൻറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞ് അവനോട് കുറച്ച് മെൻ്റൽ ഹെൽത്ത് അസസ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് അവന് ചോദിച്ചിട്ട് ആ സ്റ്റേഷൻ കംപ്ലീറ്റ് ചെയ്ത് ചാർട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ഡോക്യുമെൻറ്റേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് എസ്കലേഷൻ വല്ലതും ഉണ്ടെങ്കിൽ എസ്കലേറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകാം. അങ്ങനെയാണ് മെൻ്റൽ ഹെൽത്ത് അസസ്മെൻറ്റ് വർക്കുന്നത്. ഫിസിയോളജിക്കൽ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ന്യൂസിലൻഡിൻ്റെ ന്യൂസ് ചാർട്ടാണ് ഫില്ലപ്പ് ചെയ്യുന്നത്. അപ്പോൾ പേഷ്യൻ്റെ അടുത്തേക്ക് നിങ്ങൾ അപ്രോച്ച് ചെയ്തിട്ട് പേഷ്യൻ്റെ അടുത്ത് നമുക്ക് ന്യൂസ് ചാർട്ട്, നാഷണൽ ഏർലി വാർണിംഗ് സ്കോർ ന്യൂസിലൻഡിൻ്റെ ചാർട്ട് ഫില്ലപ്പ് ചെയ്തിട്ട് എസ്കലേഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ റെഡ് എസ്കലേഷൻ ഉണ്ട്, യെല്ലോ എസ്കലേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ബ്ലൂ എസ്കലേഷൻ ഉണ്ട്. അങ്ങനെ എസ്കലേഷൻസ് ഉണ്ട്. ആ എസ്കലേഷൻ നമ്മൾ ചെയ്യണം. സ്പെസിഫിക് ഫിസിയോളജിക്കൽ അസസ്മെൻറ്റ് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഒന്നെങ്കിൽ ന്യൂറോളജിക്കൽ അസസ്മെൻ്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ പേഷ്യൻറ്റിന് വൈറ്റൽ സയൻസ് മാത്രം സെപ്പറേറ്റ് എടുക്കാനായിരിക്കാം. അത് ഏതെങ്കിലും ഒരെണ്ണമായിരിക്കാനാണ് സാധ്യത എൻ്റെ ഒരു ഒപ്പീനിയനിൽ. അപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള വൈറ്റൽ സയൻസ് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂറോളജിക്കൽ അസസ്മെൻറ്റ് ചെയ്യാം, പേഷ്യൻ്റ് ഹെഡ് ഇഞ്ചറി ഉള്ള പേഷ്യൻ്റ് എന്ന് വിചാരിച്ച്. പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്തിക്കൽ, അതായത് പ്രൊഫഷണലായിട്ട് അവരുടെ അവരുടെ നമ്മുടെ ന്യൂസിലൻഡിൻ്റെ കോഡ് ബേസ്ഡ് ആയിട്ടുള്ള നഴ്സസ് കോഡ്, നഴ്സിംഗ് കോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ നഴ്സിംഗ് പ്രിൻസിപ്പിൾസ് അത് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങളുടെ മുമ്പിൽ തരും. അത് നിങ്ങൾ കോമൺ അതിൻ്റെ അകത്ത് നിങ്ങളുടെ ഇൻ്റർപ്രിട്ടേഷൻ നിങ്ങൾ എഴുതി വെക്കണം. അതാണ് പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റി. അങ്ങനെ സ്റ്റേഷൻ ഓസ്ട്രേലിയക്ക് ഇല്ല. അതുപോലെ എമർജൻസി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻറ്റിന് ഒരു അക്യൂട്ട് എമർജൻസി മാനേജ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇതൊരു BLS ആയിരിക്കും, ഈതർ ഇൻ ഹോസ്പിറ്റലായിരിക്കാം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ കമ്പൈൻഡ് ആയിരിക്കാം. അതാണ് എമർജൻസി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ക്ലിനിക്കൽ സ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോ മെനി ക്ലിനിക്കൽ സ്കിൽസ് പല രാജ്യക്കാരും ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇഞ്ചക്ഷൻസ്, പല ടൈപ്പിൽ ഇഞ്ചക്ഷൻസ്, സബ്ക്യൂട്ടേനിയസ് IM ഇഞ്ചക്ഷൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. കത്തീറ്ററിൻ്റെ അകത്ത് കത്തീറ്റർ റിമൂവൽ, കത്തീറ്റർ സ്പെസിഫിൻ സാമ്പിൾ, അതുപോലെ കത്തീറ്ററിൻ്റെ അകത്ത് നമുക്ക് നമ്മളുടെ CSU എടുക്കാനായിട്ടുള്ള MSU എടുക്കാനായിട്ടുള്ള അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ സ്കിൽസിനകത്ത് ചോദിക്കുന്നത് നമ്മളുടെ റെസ്പിറേറ്ററി ബേസ്ഡ് ആയിട്ടുള്ള ഇൻ്റർവെൻഷൻസ്, അതായത് പീക്ക് ഫ്ലോ മീറ്റർ, അതുപോലെ തന്നെ റെസ്പിറേറ്ററി നമ്മളുടെ ഇൻഹേലർ കൊടുക്കുന്നതുണ്ട്, അത് അങ്ങനെയുള്ള സംഭവങ്ങൾ, ഓക്സിജൻ കൊടുക്കുന്നുണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ പേഷ്യൻറ്റിന് നമ്മൾ സാധാരണ കൊടുക്കുന്നത് മെഡിസിൻ കൊടുക്കുന്നു, പല ടൈപ്പ് ഓറൽ മെഡിസിൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറേ സ്കിൽസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏത് സ്കില്ല് അവർ ചോദിക്കുന്നത് നമുക്കറിയില്ല. നിങ്ങൾ മാക്സിമം സ്കില്ല് പഠിച്ചിട്ട് പോവുക. അപ്പം അങ്ങനെ പഠിച്ചിട്ട് പോയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ നോക്കുക. അതുപോലെ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓറൽ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഓറൽ മെഡിക്കേഷൻ പേഷ്യൻറ്റിന് നമ്മുടെ ന്യൂസിലൻഡിൻ്റെ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യണം. ചിലപ്പോൾ മാനിക്കനായിരിക്കും ചിലപ്പോൾ വരുന്നത്, ചിലപ്പോൾ ആക്ടറായിരിക്കും വരുന്നത്. കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടീം വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻറ്റുമായിട്ട് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സെനാരിയോ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ മിക്കവാറും പേഷ്യൻറ്റിന് ഇസ്ബാർ ഹാൻഡ് ഓവർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹാൻഡ് ഓവർ ഉണ്ട്. ആ ഹാൻഡ് ഓവറാണ് മിക്കവാറും കൊടുക്കുന്നത്, ഇൻ്റർപ്രൊഫഷണൽ ഹാൻഡ് ഓവർ. അതായത് ഒരു ഡേ നേഴ്സ്, നൈറ്റ് നേഴ്സ് ഡേ നേഴ്സിന്, അല്ലെങ്കിൽ നേഴ്സ് പാരാമെഡിക്കൽ, നേഴ്സ് ഫിസിയോതെറാപ്പിസ്റ്റിന് അങ്ങനെയുള്ള ഹാൻഡ് ഓവർ അതായിരിക്കും അത് വർക്ക് ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. പ്ലാനിങ് നഴ്സിംഗ് കെയർ എന്ന് പറഞ്ഞാൽ സ്റ്റേഷൻ ഓസ്ട്രേലിയക്ക് ഇല്ല. എനിക്ക് തോന്നുന്നത് അത് ചെയ്യുന്നത് ഒരു കെയർ പ്ലാൻ റൈറ്റിംഗ് ആയിരിക്കും ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. അതുപോലെ മാനേജിങ് ദ ഡിറ്റീറിയേറ്റിംഗ് പേഷ്യൻറ്റിനെ ഡിറ്റീറിയേറ്റിംഗ് പേഷ്യൻറ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളത് സാധാരണ ഒരു
ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ആകാം, അല്ലെങ്കിൽ അക്യൂട്ട് ആസ്മാറ്റിക് എപ്പിസോഡാകാം, അതല്ലെങ്കിൽ പേഷ്യന് സീഷർ എപ്പിസോഡാകാം. ഏതെങ്കിലും ഒരായിട്ടുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ന്യൂസിലൻഡ് ഓസ്കിയിലുള്ള സ്റ്റേഷൻസ്. അതായത് മെൻ്റൽ ഹെൽത്ത് അസസ്മെൻ്റ് ഉണ്ട്, ഫിസിയോളജിക്കൽ അസസ്മെൻ്റ് ഉണ്ട്, സ്പെസിഫിക് ഫിസിയോളജിക്കൽ അസസ്മെൻ്റ് ഉണ്ട്, പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, എമർജൻസി മാനേജ്മെൻറ്റ് ഉണ്ട്, ക്ലിനിക്കൽ സ്കിൽസ് ഉണ്ട്, മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടീം വർക്ക് ഉണ്ട്, അതുപോലെ പ്ലാനിങ്, നഴ്സിംഗ് കെയർ, മാനേജിങ്, ഡെറ്ററേറ്റിംഗ് പേഷ്യൻറ്റ്. ഇത്രയും സ്റ്റേഷൻസ് 10 സ്റ്റേഷൻസ് അവർ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഈ 10 സ്റ്റേഷൻ്റെ അകത്തും 8 മിനിറ്റാണ് ഈ സ്റ്റേഷൻ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പം 2 മിനിറ്റിൻ്റെ പ്രിപ്പറേഷൻ ടൈമുണ്ട്, 8 മിനിറ്റിൻ്റെ സ്റ്റേഷന്. പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റേഷൻ റീഡ് ചെയ്യാനായിട്ട് പുറത്ത് തരും. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ടാബ്ലറ്റിലായിരിക്കും തരുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തരുന്നത് ഒരു നമ്മളുടെ ഒരു പേപ്പർ, അതായത് ഒരു ലാമിനേറ്റഡ് പേപ്പറിലായിരിക്കും സെനാരി തരുന്നത്. അപ്പോൾ അത് വായിച്ചിട്ട് അകത്തേക്ക് കയറിയിട്ട് നിങ്ങൾ ഈ സ്റ്റേഷൻ പെർഫോം ചെയ്തിട്ട് ഡോക്യുമെൻറ്റേഷൻ കഴിഞ്ഞിട്ട്, അതുപോലെ തന്നെ നിങ്ങൾ 2 മിനിറ്റ് ട്രാൻസിഷൻ ടൈമുണ്ട്, അടുത്ത സ്റ്റേഷനിലേക്ക് പോകാൻ 2 മിനിറ്റ് സമയം കൊണ്ട് അടുത്ത സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണ് ഈ സ്റ്റേഷൻ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ സ്കില്ലൊക്കെ എന്തൊക്കെയാണ് അവർ നോക്കുന്നുള്ളത്. ഒന്ന്, അപ്രോപ്രിയേറ്റ് എസ്കലേഷൻ. അപ്പോൾ ഈ പേഷ്യൻറ്റ് നമ്മൾ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പേഷ്യൻ്റെ കണ്ടീഷൻ മോശമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൺസേൺഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ എസ്കലേറ്റ് ചെയ്യണം. അപ്പോൾ എസ്കലേറ്റ് ചെയ്യുന്ന എക്സാമ്പിൾ നമുക്ക് ചെയ്യേണ്ടത്, ഇപ്പോൾ ചെവിയൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഓഡിയോളജിസ്റ്റ് അടുത്തേക്കാണ് പോകുന്നത്, അതുപോലെ അവന് വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുവാണ്, അവന് ടമ്മി പെയിൻ ആണെങ്കിൽ ഡോക്ടറെ വിളിക്കും, അതല്ലെങ്കിൽ അവൻ നടക്കാൻ മേലെന്ന് പറഞ്ഞാൽ ഫിസിയോതെറാപ്പിസ്റ്റിനെ വിളിക്കും. അങ്ങനെ എസ്കലേഷൻ വരുന്നുണ്ട്. ക്ലിനിക്കൽ ഡോക്യുമെൻറ്റേഷൻ, ഡോക്യുമെൻറ്റ് ചെയ്യുന്നത്. ക്ലിനിക്കൽ റീസണിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, അതായത് ഡിസിഷൻ മേക്കിംഗ് റീസണിങ്ങും, അതായത് അവിടെ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ റീസൺ ചെയ്യും, മനസ്സിലാക്കിയിട്ട് ഡിസിഷൻ മേക്ക് ചെയ്യണം. അതുപോലെ ക്ലിനിക്കൽ സ്കിൽസ്, നിങ്ങളുടെ സ്കില്ല് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. കൾച്ചറൽ സേഫ്റ്റി, അവിടുത്തെ ന്യൂസിലൻഡുകാരുടെ കൾച്ചർ സേഫ്റ്റി. ഡയറക്ഷൻ ആൻഡ് ഡെലിഗേഷൻ, അതിൻ്റെ സബോർഡിനേറ്റ്സിനെ ഡയറക്റ്റ് ചെയ്യുക, ഡെലിഗേറ്റ് ചെയ്യുക. ഇൻഫെക്ഷൻ കൊണ്ട് പ്രാക്ടീസ് ചെയ്യുക. ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ലീഡർഷിപ്പ്, മാനേജിങ് നഴ്സിംഗ് കെയർ, അതുപോലെ മാനേജിങ് എ പേഷ്യൻറ്റ് ഇൻ ഡിസ്ട്രസ്, അതുപോലെ നഴ്സിംഗ് അസസ്മെൻറ്റ്, പേഷ്യൻ്റ് അസസ്മെൻറ്റ്, നഴ്സിംഗ് അസസ്മെൻറ്റ്, പേഷ്യൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ, അതുപോലെ പ്രൊഫഷണൽ ലീഗൽ ആൻഡ് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്. സേഫ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഇൻക്ലൂഡിങ് ഡ്രഗ് കാൽക്കുലേഷൻ. അപ്പോൾ നിങ്ങൾ കൊണ്ട് ഡ്രഗ് കാൽക്കുലേഷൻ കൂടെ അവർ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഡ്രഗ് കാൽക്കുലേഷൻ സാധാരണ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ D/H/Q വെച്ചിട്ടുള്ള നമ്മുടെ വോളിയം കാൽക്കുലേഷൻ ആയിരിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നിങ്ങളെ കൊണ്ട് ഓസ്കി സെനാരിക്കകത്ത് നമ്മൾ ന്യൂസിലൻഡ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ന്യൂസിലൻഡ് ചെയ്യിപ്പിക്കുന്നതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്റ്റേഷന് ഓസ്ട്രേലിയ വേയിലാണ് പോകുന്നത്, കുറച്ച് സ്റ്റേഷന് എനിക്ക് തോന്നുന്നത് UK വേയിലാണ് പോകുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഞാനിത് 3 ചെയ്യുന്ന ആളായതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓസ്ട്രേലിയൻ വേയിൽ വേണമെങ്കിൽ ഇതൊന്ന് പഠിച്ച് നോക്കാം. പക്ഷേ ആദ്യത്തെ ഒരു ബാച്ച് പിള്ളേരവിടെ പോയി ചെന്നാൽ മാത്രമേ ഉള്ളൂ നമുക്കത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ന്യൂസിലൻഡ് ഓസ്കിയുടെ സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഉടനെ തുടങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ ന്യൂസിലൻഡ് ഓസ്കി ഓൺലൈൻ ഓർഡർ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിരിക്കും, നമ്പർ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പം ഇത്രയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് എൻ്റെ വിശ്വാസം. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രെയിനിങ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ന്യൂസിലൻഡ് ഓസ്കി പുതിയ ഏരിയയാണ്. ഞാനൊരു സീരീസ് ഓഫ് വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. സ്റ്റേഷനൊക്കെ ഒന്ന് കൺഫേം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ രാജ്യക്കാരുടെയും സ്റ്റേഷൻസ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുപോലെ ന്യൂസിലൻഡ് വിടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഒന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് യാതൊരു ട്രെയിനിങ്ങും ഇല്ലാതെ തന്നെ ഈ വീഡിയോ മാത്രം കേട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് പോയിട്ട് ന്യൂസിലൻഡ് ഓസ്കി എഴുതി പാസ്സാകാൻ പറ്റും. അപ്പം ന്യൂസിലൻഡ് ഓസ്കിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങൾക്ക് സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പം ഓൾ ദ വെരി ബെസ്റ്റ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് എ വണ്ടർഫുൾ വീഡിയോ. താങ്ക് യു.